ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു അടിപൊളി മക്രോണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നമ്മൾ തിളപ്പിക്കാനായിട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ആവശ്യത്തിനുള്ള മക്രോണി നമ്മൾ എടുത്തിട്ട് ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതങ്ങനെ തിളച്ച് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും തന്നെ അത് വെന്ത് വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ഇളക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ അതൊന്നും ഇങ്ങനെ വലുതായി വന്നിട്ടുണ്ടായിരിക്കും. പിന്നീട് നമ്മളത് എടുത്തിട്ട് ഒരു ഓട്ട ഉള്ള പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി വയ്ക്കുക. വെള്ളം വാരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കണം. അങ്ങനെ അല്ലെങ്കിൽ അത് കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കട്ടായി മാറും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഇളക്കിയിട്ട് സെറ്റാക്കി വയ്ക്കാം. പിന്നീട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞ് ശരിയാക്കി വെക്കണം. ഒരു ആവശ്യത്തിന് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ക്യാപ്സിക്കം, അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് ഒരു അടിപൊളി മക്രോണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ഇതിലേക്ക് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക കേട്ടോ. കൂടുതൽ മൂക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും തന്നെ പിന്നെ അതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസും ഇട്ട് കൊടുക്കുക. അങ്ങനെ നല്ല സ്വാദിഷ്ടമായൊരു മക്രോണി ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരേക്കും ബൈ.